ഹലോ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ടതാണ്. ഏകദേശം കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട്. ഭയങ്കര ബിസി ആയിരുന്നേ. ഇന്ന് December 31 ആണ്. ശ്രുതൻ വന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, വേഗം റെഡി ആവും, നമുക്ക് സത്ത റിസോർട്ട് വരെ പോകണം, അവിടെ ഇന്നൊരു ഡിന്നർ ബുഫേ കലാ പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും നോക്കിയില്ല, വേഗം പോയി റെഡി ആയിട്ട് ഞങ്ങൾ നേരെ സത്ത റിസോർട്ടിലേക്ക് പോയി. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ റിസോർട്ട് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെയും വീടിൻ്റെ നടുക്കായിട്ട് തന്നെ വരും ഈ റിസോർട്ട്, ഒരേ ദൂരമാണ്. അവിടെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. ഫുൾ ഫാമിലീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഭൂരിഭാഗം ഫാമിലീസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ഫുഡും കുറേ ഡ്രിങ്ക്സും, അങ്ങനെ കിടിലം പരിപാടിയായിരുന്നു. ഞാനും ശ്രുതനും മാത്രമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വയനാട്ടിൽ തന്നെയുള്ള 1000 ബാൻഡ്സ് എന്ന് പറയുന്ന ഒരു ബാൻഡിൻ്റെ ലൈവ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് നല്ല കിടിലായിരുന്നു കേട്ടോ. പിന്നെ ഒരു മജീഷ്യൻ്റെ മാജിക് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് പറ്റിയ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ എവിടെ ചെന്നാലും നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടി ആയതുകൊണ്ട് ഞാൻ നേരെ ഫുഡ് സെക്ഷനിലേക്ക് പോയി. അവിടെ ആണെങ്കിൽ വൈഡ് വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഈ മോമോസ് ഉണ്ട്, ഞാൻ അവിടെ ഫ്ലാറ്റാണ് കേട്ടോ. എനിക്കത് വെജ് എന്നില്ല ചിക്കൻ എന്നില്ല, ഞാൻ എന്ത് വേണം കഴിക്കും. എനിക്ക് പനീർ മോമോസും ഒക്കെ കാര്യമായിട്ടും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വയനാട്ടിൽ ഇവിടെ ബത്തേലൊരു മോമോസിൻ്റെ ഷോപ്പുണ്ട്, ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഒരു ദിവസം. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നവ്ജോത് സിംഗ് സിദ്ധു ഇല്ലേ, നമ്മുടെ മുൻ ക്രിക്കറ്റ് പ്ലെയർ, അതും പറഞ്ഞു. പിന്നെ ഇപ്പോൾ പുള്ളി ഒരു MP കൂടിയാണ് കേട്ടോ. പുള്ളി സബ്തയിലുണ്ടായിരുന്നു, അപ്പോൾ പുള്ളീനെ ഒന്ന് കാണാൻ പറ്റി. ആക്ച്വലി എനിക്ക് വലുതായിട്ട് അറിയത്തുണ്ടായിരുന്നില്ല. പിന്നെ ശ്രുതനൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആളെക്കുറിച്ച് ഒരു ബോധമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ ഡെസേർട്ടിലേക്ക് പോയി. ഡെസേർട്ടും കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉള്ള അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ കുറച്ച് പ്രഹസനങ്ങളാണ്. കൊള്ളായിരുന്നു. എനിക്ക് എന്തായാലും ആക്ച്വലി എനിക്ക് ഈ ന്യൂ ഇയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ന്യൂ ഇയർ ആണ്. അപ്പോൾ അത് വേറൊരു അടിപൊളിയായി തന്നെ ഞങ്ങൾക്ക് പറ്റി. പിന്നെ 11 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് DJ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. DJ ഒരു രക്ഷയിൽ ആദ്യം ഭയങ്കര എല്ലാവരും ഒന്ന് സൈലൻ്റ് ആയിട്ടൊക്കെ ഇരുന്നു, അധികം തുള്ളാനൊന്നും പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെ മട്ടും ഭാവവും അങ്ങ് മാറി കേട്ടോ. എല്ലാവരും തുള്ളാൻ തുടങ്ങി. എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് പണി തന്നിരുന്നു അന്ന് രാത്രി. പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കാണ്ട് ഞാൻ കളിച്ചു. അതിന് പിറ്റേ ദിവസം ഞാൻ അനുഭവിച്ചു കേട്ടോ. കാലിൽ പ്ലാസ്റ്റർ ഇടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, തുള്ളുന്നുണ്ട്. എല്ലാവരും ഭയങ്കര വൈബായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു എല്ലാം. എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഞാൻ പോയിട്ട് ചെയ്യുന്നതൊക്കെ. അവിടെ ഒരു ലൈവായിട്ട് ലക്കി ഡ്രോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശ്രുതിന് പ്രൈസൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അതിനുശേഷം ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് ഞങ്ങൾ അടിപൊളിയായി എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ വിഷ് യു എ ഹാപ്പി അടിപൊളി കിടിലം ന്യൂ ഇയർ.